തിരിച്ചു പോയാലും താങ്കൾക്കൊന്നുമില്ല. കാരണം ഞങ്ങളെക്കൊണ്ട് താങ്കൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എന്നാൽ ഞങ്ങൾക്കങ്ങനെയല്ല. താങ്കൾ ഏറെ വിലപ്പെട്ടതാണ്. അച്ഛൻ മരിച്ച ശേഷം ആ സ്ഥാനത്തു നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റിയത് താങ്കളാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഈ വാക്കുകളാണ് പി മാധവൻ എന്ന മനുഷ്യൻ ആരാണെന്ന് ഈ ലോകം അറിയാനിടയായത്, ഇത്രയും പ്രശസ്തനാക്കിയത്. സോണിയാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി തൃശ്ശൂരുകാരനായ പി മാധവൻ ഭട്ടത്തിരിപ്പാട് കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹം ആരാണെന്ന് കൂടുതൽ മനസ്സിലാകുന്നത് ഇപ്പോഴായിരുന്നു. പി മാധവൻ ഗാന്ധി കുടുംബത്തോട് ഏറ്റവും അടുത്തു നിന്നിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഗാന്ധി കുടുംബത്തോട് ചേർന്നു നിന്ന പി മാധവന്റെ വിരമിക്കൽ പ്രായവും 60 തന്നെയായിരുന്നു. എന്നാൽ വിരമിച്ചാൽ നാട്ടിലേക്ക് തിരികെ പോകാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹം അറിയിച്ചു. മനസ്സില്ലാ മനസ്സോടെ എല്ലാവരും അതിനെ സമ്മതിച്ചു. പക്ഷേ അതെല്ലാം നോക്കി നിന്ന ഒരാളുണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി. ഈ മനുഷ്യന്റെ കരുതലും ഉത്തരവാദിത്വവും എല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ പ്രിയങ്ക ഗാന്ധി അവർ ഒരു കത്തെഴുതി. പ്രിയങ്ക ഗാന്ധിയുടെ ആ കത്ത് ആണ് എല്ലാം തിരുത്തിയത്. അതിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: തിരിച്ചു പോയാലും താങ്കൾക്കൊന്നുമില്ല. കാരണം ഞങ്ങളെക്കൊണ്ട് താങ്കൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല. താങ്കൾ ഏറെ വിലപ്പെട്ടതാണ്. അച്ഛൻ മരിച്ച ശേഷം ആ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റിയതാണ് താങ്കൾ. കത്തിലെ ഈ വരികൾ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തന്നെ ഗാന്ധി കുടുംബത്തോടൊപ്പം തന്നെ ഡൽഹിയിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു മാധവൻ എന്ന് അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോട് പലപ്പോഴും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകസഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ട് പോലും പാർലമെന്റിൽ പോലും പോകാതെ രാഹുൽ ഗാന്ധി തൃശ്ശൂരിലേക്ക് ഓടിയെത്തിയത്. തിരക്കിനിടയിലും മാധവ്ജിയെ അവസാനമായി കാണാതിരിക്കാൻ രാഹുലിന് കഴിയുമായിരുന്നില്ല. വെള്ളപ്പൂക്കൾ നിറഞ്ഞ റീത്ത് സമർപ്പിച്ച് കൂപ്പുകൈകളോട് അദ്ദേഹം നിന്നു. തൻ്റെ കുടുംബത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച മനുഷ്യന്റെ ചേതനയേറ്റ ആ ശരീരത്തിന് മുന്നിൽ. തുടർന്ന് സോണിയാഗാന്ധിയുടെയും മല്ലികാർജുൻ ഖർഗെയുടെയും പ്രിയങ്കയുടെയും പേരിലുള്ള റീത്തുകളും അവിടെ സമർപ്പിച്ചു. ആദരമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മാധവന്റെ മരണം. വിവരമറിഞ്ഞ സോണിയാഗാന്ധിയും പ്രിയങ്കയും അപ്പോൾ തന്നെ ദില്ലിയിലെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹത്തിനൊപ്പം ഇരുന്നു. രാഹുൽ ഗാന്ധി രണ്ടുപേരെയും കൂട്ടി തൃശൂർ വല്ലച്ചിറയിലെ തറവാട്ടിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. എന്നാൽ സോണിയാഗാന്ധിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഇത് ഉപേക്ഷിച്ചു. ഒരു കാര്യം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. നേതാക്കന്മാരുടെ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ സെൽഫിയും പെട്ടിയെടുക്കലും വരെ നിത്യജോലിയാക്കിയ വലിയൊരു സമൂഹം വസിക്കുന്ന കേരളത്തിൽ ഇത്രയും വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്ന ഒരാൾ എത്ര സൗമ്യനായിരുന്നു എന്നോർക്കണം. ഒരു മലയാളിയുടെ വേർപാടിൽ ഗാന്ധി കുടുംബം ഒന്നടങ്കം കരയുമ്പോഴാണ് ആ മഹത് വ്യക്തിയെ നാട് നന്നായി മനസ്സിലാക്കിയത്. ഒരു പതിറ്റാണ്ടിനു ശേഷം പ്രിയങ്കയുടെ കത്ത് വായിച്ചവർ മനസ്സിലാക്കിയിരിക്കുന്നു ആരാണ് പി മാധവൻ എന്നത്.